അപ്പോൾ ഇപ്പോൾ ഇവിടെ കൊറോണയുടെ സമയമാണിപ്പോൾ. ഉള്ള ആൾക്കാർക്ക് ഏകദേശം എന്നാ പറയുന്നത്, ഇവിടേക്ക് അടുത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊറോണ നമ്മളെ ഫ്ലോറിഡ. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് ഇവിടുത്തെ കടകളൊക്കെ നേരത്തെ അടയ്ക്കുമെന്നാണ് ഒരു ന്യൂസ് കിട്ടിയിരിക്കുന്നത്. കടകളും സ്കൂളിനൊക്കെ ഓൾറെഡി അവധി കൊടുത്തു. വലിയ പ്രോബ്ലം ഇല്ല, എന്നാലും പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് അത്. നമുക്ക് ഒരു കടയുണ്ട്, അവിടെ പോയി നോക്കാം ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എന്നാണ്. ഇപ്പോൾ ആരും അങ്ങനെ വലിയതായിട്ട് വെളിയിറങ്ങുന്നില്ല. ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം വളരെ മന്ദഗതിയിലാണ്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ദീപേരൊക്കെ ഇല്ല, വലിയ പ്രോബ്ലം ഇല്ല. ഒരാൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പിടിക്കുമല്ലോ. നമുക്ക് ഒരു കടയുണ്ട്, അവിടെ പോയി നോക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് കട. ജനങ്ങളൊക്കെ എങ്ങനെ പെരുമാറുന്നു, ഇങ്ങനെയൊക്കെ ഇറങ്ങി നടപ്പുണ്ടോ എന്താണെന്ന് നോക്കാം. സാധാരണ ഇന്ന് സാറ്റർഡേ ആണ്, ഷോപ്പിങ്ങിനൊക്കെ നല്ല ബിസിയുള്ള സമയമാണ് ഇന്ന്. വീക്കെൻഡ്, സാറ്റർഡേ സൺഡേ, ഇത് പ്രത്യേകിച്ച് ഭയങ്കര ബിസിയുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. ഇവിടെ എങ്ങനെയുണ്ട്? ഐ തിങ്ക് വലിയ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പം അങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. ഇവിടെ എല്ലാം കടകളൊന്നും ഇവിടെ മാസ്ക് പോലും യൂസ് ചെയ്യുന്നു. ആൾക്കാരൊന്നും മാസ്ക് ഒന്നും യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ആവശ്യമുള്ളവന് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, യൂസ് ചെയ്യരുതെന്ന്. യൂസ് ചെയ്താൽ യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. വേറെ ജനങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവരൊന്നും മാസ്കുകളൊന്നും കാര്യമായിട്ട് ഉള്ളതായിട്ട് കാണുന്നില്ല ആൾക്കാർ. എല്ലാവരും നല്ല പൊളപ്പനായിട്ടാണ് വരുന്നത്. ഇവിടെ തന്നെ കാറ്റടിക്കുന്നു ഭയങ്കരമായിട്ട്. വേസ്റ്റ് എല്ലാം കൊണ്ടിപ്പോൾ അപ്പോൾ ഇവിടെ വലുതായിട്ട് കണ്ടില്ലേ ആൾക്കാർ. ഇവിടെ പാർക്കിംഗ് തന്നെ നോക്കാം. എം ടി ഒന്നും അല്ല, എല്ലാം കാണാമല്ലോ. നിലവിൽ വലിയ പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നില്ല. ഇവിടോട്ട് പാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളോട് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നോക്കാം കടയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ടെന്ന്. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്, കാര്യങ്ങളെല്ലാം. ജനങ്ങളൊന്നും വീട്ടിൽ ഇരിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഏകദേശം പാർക്കിംഗ് ഒക്കെ അല്ല, ഇവിടെ പാർക്കിംഗ് എല്ലാം എന്താ പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ പോകുന്ന പബ്ലിക്സ് എന്ന് പറയുന്നൊരു കടയാണ്. ഇവിടുത്തെ ഒരു വലിയ ഷോപ്പിംഗ് സെൻ്ററാണിത്. ഇപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം വലിയ കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല. ചില കടകളിലൊക്കെ സാധനങ്ങൾക്ക് വെള്ളം മറ്റേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആൾക്കാർ സ്റ്റോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നു വെച്ചാൽ പ്രത്യേകിച്ച് എല്ലാത്തിനെയും പൊതുവെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം ഇച്ചിരി കെയർഫുള്ളാണ്. കാണാമല്ലോ ഇപ്പോൾ ആൾക്കാർ. ഇപ്പോൾ ഇവിടെ ഒന്നും വലിയ കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല. വല്ല കാറ്റടിച്ചില്ല, പേപ്പറെല്ലാം പറക്കുന്നുണ്ട്. നോക്കാം. You don't have the sanitizer paper over here? You should. Oh, it's inside? വേണ്ട, കാറ്റ് വേണ്ടോ? വെച്ചേ അത് സേവ് ചെയ്യുന്നോ? ഇവിടെ സാധനം
ഓക്കെ, നമ്മൾ കാർട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ എന്താ പറയുന്നത്, വലിയ തിരക്കുള്ളതായിട്ടൊന്നും കാണുന്നില്ല. വലിയ അതിൻ്റെ ഉള്ള എഫക്റ്റീവ്നെസ്സിനൊന്നും തോന്നുന്നില്ല. ഇവിടെ ആൾക്കാരെല്ലാം റെഗുലറായിട്ട് തന്നെയാണ് പോകുന്നത്. വലിയ പ്രോബ്ലമുള്ളതായിട്ട് കാണുന്നില്ലൊന്നും. സാധാരണ മാസ്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എല്ലാവരും കെയർഫുള്ളാന്ന് തോന്നുന്നു. എന്നൊക്കെ സാധനമാണ് ഇവിടെ എം ടി ആയിട്ടുള്ളതെന്ന് നോക്കാം. വാട്ടർ ഒക്കെ എം ടി ആണെന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ എം ടി ആണെന്ന് തോന്നുന്നു അല്ലേ ചാ? വാട്ടർ ഇനി വാട്ടറിൻ്റെ സെക്ഷൻ ഇപ്പം ഇവിടെ ചില സാധനങ്ങളൊക്കെ ഭയങ്കര എം ടി ആയിട്ടിരിക്കുന്നത് കാണുന്നു. എന്നാണെന്നറിയത്തില്ല. അതൊക്കെ ഓയിലിൻ്റെ സെക്ഷനാണ്. കൂടുതൽ ഇവിടെ വരുമ്പോൾ വാട്ടറാണ് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത്. ജസ്റ്റ് ഫോർ സേഫ്റ്റി ഗവൺമെൻറ് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. എന്നാലും അറിയില്ല, ഇഷ്ടം നോക്കാം ഇതൊക്കെ സാധനങ്ങളാണ് എം ടി ആയിട്ടുള്ളതെന്ന്. ഇവിടെ 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 ആൾക്കാരെല്ലാം ഇവിടുത്തെ മീറ്റിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഇപ്പം എക്സ്ട്രാ എന്താ പറയുന്നത് ഒരു ക്ലീനിങ് പരിപാടികളാണ്, പ്രോസസ്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം വാട്ടറൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ സ്റ്റോർ ഇവിടെ ഇത് രാത്രി 11 മണിയാകുമ്പം ക്ലോസ് ആകുന്ന സ്റ്റോറാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഇവിടെ 8 മണിയാകുമ്പം ക്ലോസ് ആകുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത്. അവർ എക്സ്ട്രാ ഒരു എന്താ പറയുന്നത് ഒരു ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്നത് ഇവിടെ വാട്ടറുണ്ട്. വാട്ടർ ഐസൊക്കെ എം ടി ആവണമെന്നൊരു സംശയമുണ്ട്. എന്നല്ലേ വാട്ടർ. അപ്പോൾ ഈ സ്റ്റോർ ഇവരുന്ന് എനിക്ക് തോന്നുന്നു 8 മണിയാകുമ്പം ഇവർ 8 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് പ്രത്യേക സ്പെഷ്യൽ ക്ലീനിങ് പരിപാടിയാണെന്ന് തോന്നുന്നു. But you don't have the meat anymore? No, not right now. It'll be later today. Oh, you guys cleaning everything? Oh no, we don't have the meat like. Oh, okay. Okay. മാസ്ക് ഉണ്ട്, നമ്മൾ എടുത്തിട്ടില്ല ഇതുവരെ. പോക്കറ്റിൽ നടക്കണം. ആൾക്കാരെല്ലാം വെക്കുവാണെങ്കിൽ വെക്കാൻ വേണ്ടിയായിരുന്നു. ഇവിടെ ഇത് കൊറോണയുടെ ഏകദേശം ബാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സ്റ്റോക്കൊന്നും അധികം വരുന്നില്ലെന്ന് തോന്നുന്നു. ഷെൽഫെല്ലാം ഏകദേശം എം ടി ആണല്ലേ? സ്റ്റോൾട്ട് നോക്കണം. ഇവരെല്ലാം റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ. നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും എം ടി ആയിട്ടിരിക്കുന്നത് കാണുന്നില്ല. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ ഇരിപ്പുണ്ട്. ബിയറിൻ്റെ സെക്ഷനാണ്. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉള്ളതുകൊണ്ടായിരിക്കണം എല്ലാം ബിയറാണ് ഇരിക്കുന്നത്. ഇതാണ് ആൾക്കാർ ആദ്യം എം ടി ആക്കേണ്ടത്. പക്ഷേ ഇത് എം ടി ആയിട്ടില്ല. അപ്പുറത്തെ വാട്ടറിൻ്റെ സെക്ഷനൂടെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എം ടി ആണ് സാധനങ്ങൾ. എന്താണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ കൊറോണയുടെ തന്നെ എഫക്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധനങ്ങളെല്ലാം ഷെൽഫെല്ലാം എം ടി ആണെന്ന് തോന്നുന്നു. വേണ്ടി വന്നതാണ് ആക്ച്വലി. മിൽക്കെല്ലാം ഇവിടെ എന്താ പറയുന്നത് എം ടി ആയിട്ടിരിക്കുകയാണ് കണ്ടില്ലേ? മിക്ക സാധനങ്ങളും എം ടി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാന്നറിയത്തില്ല. ജനങ്ങളെല്ലാം ഷോപ്പിംഗ് എന്താ പറയുന്നത് സാധനങ്ങൾ എക്സ്ട്രാ സ്റ്റോർ ചെയ്യുകയാണെന്ന് തോന്നുന്നു. മിക്ക സാധനങ്ങളും എം ടി ആണ് കാണിക്കുന്നത്. വാട്ടറൊക്കെ എം ടി ആണ് കേട്ടോ. സ്റ്റോക്ക് വരുമായിരിക്കും കണ്ടല്ലേ. സാധനങ്ങളെല്ലാം എം ടി ആക്കി. വാട്ടർ സെക്ഷനാണിത്. ഇവിടെ എല്ലാം സാധനങ്ങളെല്ലാം എം ടി ആണ്. ഓക്കെ, നമ്മൾ വാട്ടറും പാലും എടുക്കാൻ വേണ്ടി വന്ന് ഇവിടെ എല്ലാം സാധനങ്ങളെല്ലാം എം ടി ആണ്. ഇനി വേറെ എവിടെയെങ്കിലും കടയിൽ പോയി നോക്കാം. അത് രക്ഷയേ ഉള്ളൂ. വാട്ടറിൻ്റെ വാട്ടർ സെക്ഷൻ ആണല്ലേ. ഈ സെക്ഷനെല്ലാം എം ടി ആണ്. ഓക്കെ, നമ്മളിനി പോയേക്കുവാണ്. ഓക്കെ, നമ്മളെ സാധനങ്ങളില്ല. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം ഇച്ചിരി കെയർഫുള്ളാണെന്നാണ്. ഓക്കെ, നമുക്ക് പോയേക്കാം. ഓക്കെ, സ്റ്റേഷനോട് പോയി നോക്കാം ഇവിടെ എങ്ങനെ. ഇവിടെ തിരക്കൊക്കെ ഉണ്ട്. സാധാരണ ആൾക്കാരങ്ങനെ വെളിയിറങ്ങുന്നില്ലാത്തൊരവസ്ഥ കാണുന്നില്ല. പക്ഷേ സാധനങ്ങളെല്ലാം വാട്ടർ മിക്ക സാധനങ്ങളും എം ടി ആണ്. സ്റ്റോക്ക് വരുമായിരിക്കും.
ആൾക്കാരെല്ലാം ഇച്ചിരി കെയർഫുൾ ആകുന്നെന്നും ആണെന്ന് എൻ്റെ അർത്ഥം. ഓക്കെ, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മൾ കിട്ടിയ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല, നമ്മൾ പോയേക്കുവാണ്. ഓക്കെ, ഇവിടെ വാട്ടർ ഇവിടെ വാട്ടറുണ്ട്. ഇവിടെ കൊണ്ട് വാട്ടർ കഴിക്കുന്നുണ്ട്, എക്സ്ട്രാ വാട്ടറൊക്കെ ശേഷം വാട്ടറൊക്കെ കുറവാണ് ഇരിക്കുന്നത്. ഓക്കെ, സ്റ്റോക്ക് വരണമായിരിക്കും അല്ലേ, ഇച്ചിരി വലിവുണ്ടല്ലേ? പക്ഷെ പാർക്കിംഗ് ഒന്നും എല്ലാം എം ഡി അല്ല, പാർക്കിംഗ് എല്ലാം കാണത്തില്ലേ, കുഴപ്പമില്ലാതെ കാണും. ഇവിടുത്തെ പബ്ലിസിൻ്റെ ലിക്കർ ഷോപ്പുണ്ട്. ലിക്കറിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ എം ഡി ആണ് എല്ലാം. സാധനങ്ങളൊന്നും എം ഡി അല്ല ഇവിടെ എല്ലാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐറ്റെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടല്ലേ. ലിക്കർ മാത്രം എന്താ പറയുന്നത് എം ഡി അല്ല, ഓൺലി ലിക്കർ. ഇവിടെ ഫുൾ സ്റ്റോക്കാണ് വച്ചേക്കുന്നത് മൊത്തം. ബക്കാടി, പിനാസിൽ മൊത്തം വോഡ്ക സെക്ഷനാണ്. ഇവിടെ കൊറോണ സംബന്ധിച്ച് ഇവിടെ എല്ലാം ഫുള്ള് എന്താ പറയുന്നത് സെയിലാണ് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. മൊത്തം വെച്ചേക്കുന്നത് ഇവിടെ മാത്രമുണ്ട്, ബാക്കി കടയെല്ലാം സ്റ്റോക്കില്ല. ഇവിടെ മാത്രം ഫുൾ സ്റ്റോക്കാണ് ഉള്ളത്. കണ്ടില്ലേ? അടിപൊളി സാധനങ്ങളാണ് മൊത്തം ഇരിക്കുന്നത്. ഇത് ജമൈക്കൻ ഡ്രം പോലെ ഇരിക്കും. ജമൈക്കൻ ഡ്രം, ക്യാപ്റ്റൻ മോർഗൻ, സ്പൈസി ഡ്രം. പുള്ളിക്ക് ഇത് വേണമെന്നാണ് പറയുന്നത്. വിലയാണ് വിളിച്ചേക്കുന്നത്. നല്ല സാധനമാണിത്. 29.99. സാധനം കിട്ടിയില്ല. നമ്മളിനി പോയേക്കുവാണ്. എം ഡി ആയിട്ട് കടകളൊക്കെ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല കിട്ടിയത്. ഓക്കെ, ഇനിയും പിന്നെ വന്ന് നോക്കാം. ശരി എന്നാൽ ഇന്നത്തെ അപ്ഡേറ്റ് നമ്മൾ ഇടുന്നതായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, വന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയതാണ്. ഈ ഇരിക്കുന്ന സാധനത്തിനെ കണ്ടോ എന്നാന്ന് കാണിച്ചു തരാം. ഇരിക്കുന്ന എന്നാന്ന് ആണ് ഈഗിൾ. അത് ലൈവായിട്ട് അമേരിക്കൻ കഴുകനാണ് ഇരിക്കുന്നത്. ഉണ്ടോ? കഴുകനല്ലേ, ഒറിജിനൽ കഴുകനല്ലേ? ഇതുണ്ടോ കഴുകനിരിക്കുന്നത്? കഴുകനും കൊറ്റി എല്ലാം കൂടാണ് ഇരിക്കുന്നത്. കണ്ടോ? കാണാമോ? അവന്മാരന്നിരുന്ന് അടിക്കുകയാണ്. കണ്ടോ? അമേരിക്കൻ ഈഗിൾ. എന്നാ ഇപ്പോൾ കാണുന്നത് എന്താ പറയുന്നത്, ഈ ഗാർബേജ് ആണ്, ഈ വേസ്റ്റ് ഇട്ടേക്കുന്നതാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് വലിച്ചെറിയത്തില്ല. ഇടാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഇടാവുള്ളൂ. എന്താ ഭക്ഷണ സാധനങ്ങൾ കാണുമായിരിക്കും. അത് ഇങ്ങനെ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കഴുകന്മാരെ അടുത്ത് കാണുന്നത്. കണ്ടില്ലേ? ഓക്കെ, പക്ഷെ എന്നെ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞാനിവിടെ ഇത്ര അടുത്ത് എന്താ പറയുന്നത് ഈ കഴുകനെ കാണുന്നത്. അമേരിക്കൻ ഇവിടെ ഒത്തിരി ഉണ്ട്, ദൂരെയൊക്കെ പറക്കുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിവിടെ. അപ്പോൾ നമ്മൾ കൊറോണ തപ്പി വന്നപ്പം ഇങ്ങനൊരു കാഴ്ചയും കൂടെ കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ഇത്ര അടുത്ത് കാണുന്നത്. ഇതിനിങ്ങനെ ഇരിക്കുന്നത് വേറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഇവിടെ ഉള്ള ഈ ഏരിയയിൽ ഫ്ലോറിഡ ഞാൻ ഇങ്ങനെ അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനൊരു കാര്യം കൂടെ ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ആൾക്കാർക്കൊന്നും തേങ്ങ വേണ്ട, നമുക്ക് തേങ്ങ വേണം താനും. ഇവിടെ തേങ്ങ കിടപ്പുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ അപ്പുറത്തല്ലേ. അപ്പോൾ കൊറോണ അങ്ങനെ നോക്കാനൊന്ന് പോയി നമുക്ക് വെള്ളവും പാലും കിട്ടിയില്ലെന്നുണ്ടെങ്കിലും നമുക്കിവിടെ തേങ്ങ കിടപ്പുണ്ടോ നോക്കാം. തേങ്ങ അല്ലേ കിടക്കുന്നു ഇതിന് വീട്ടിൽ? കേടാണ്. ഇല്ല, നല്ല ഒന്നുമില്ല. അമ്മ പറഞ്ഞ പാച്ച എടുക്കണം. നല്ല തേങ്ങ കിടക്കുന്നു, ഇഷ്ടം പോലെ തേങ്ങ കിടപ്പുണ്ട്. എല്ലാം മൂട്ടിൽ ഇറങ്ങി നോക്കാം. വേറെ വല്ലവരും ആണോ ഇവിടെ താമസിക്കുന്നത്? നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആണോ? വേറെ ആൾക്കാരുടെ വണ്ടിയാന്ന് തോന്നുന്നല്ലേ. കൊറോണ വാച്ചിൻ്റെ ഭാഗമായിട്ട് കൊറോണ എങ്ങനെ ഉണ്ടെന്ന് അമേരിക്കയിൽ എഫക്റ്റീവ് ആണോ അങ്ങനെ അടുത്ത കട, നമ്മളിപ്പം പോയ കടയിൽ നമുക്ക് വാട്ടറും പാലും ഒന്നും കിട്ടിയില്ല. നമ്മൾ അടുത്ത കടയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം.
അവിടെ എങ്ങനെയുണ്ടെന്ന് കാലാവസ്ഥയെന്ന് അറിയാം. കടയാണ്, വേറൊരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്താണ്. ഇതൊരു ചെറിയ കടയാണിത്. ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ? അപ്പൊ ഇത് ഇവിടെ ആൾക്കാരൊന്നും മാസ്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. ആൾക്കാർ പൊതുവിലിപ്പം മാസ്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇതിപ്പോൾ ഒരു ചെറിയൊരു കടയാണ്, ഫാമിലി ഡോളർ എന്ന് പറയുന്നത്. ഇങ്ങോട്ടാണ് പോകുന്ന ആൾക്കാർ. കടയാണ്. നമുക്ക് ഇവിടെ സാധനങ്ങളെല്ലാം എങ്ങനെയുണ്ട് നിലവാരം എന്നൊന്നറിയാം. ഫാമിലി ഡോളർ എന്ന് പറഞ്ഞൊരു കടയാണ്, ചെറിയൊരു കടയാണ്. ഈ കട വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇവിടെ പാലോ ഒക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. പാലോ മിൽക്കുണ്ടോ? മിൽക്കില്ല. ദാറ്റ്സ് ഓൾ എംപ്റ്റി. കൊറോണയായിട്ട് പാലെല്ലാം കൂടെ ആരുടെ എടുത്തുകൊണ്ട് പോകണം. ഇവിടെ ഇല്ല പാല്. പക്ഷെ ഇവിടെ വാട്ടറും ഇവിടെയും എല്ലാം എം ടി ആണ്. ഏകദേശം കാണാമല്ലോ, സാധനങ്ങളെല്ലാം എം ടി ആണ് കേട്ടോ. ഓ അച്ഛാ, സാധനം മൊത്തം എം ടിയാ. ഇതല്ലേ കാണുന്നത്, കണ്ടോ? സാധനങ്ങളെല്ലാം കടയിലല്ല. ഇപ്പം നമ്മൾ വേറൊരു കടയിലോട്ട് വന്നതാണ്. അവിടെ എല്ലാം സാധനങ്ങളെല്ലാം ക്ലീനിങ് സപ്ലൈസും ടോയ്ലറ്റ്. ഇത് ടോയ്ലറ്റ് പേപ്പറിൻ്റെ സെക്ഷനാണ്. ഇത് ടോയ്ലറ്റ് പേപ്പർ, ബാത്റൂം പേപ്പർ, അങ്ങനെയുള്ള നമ്മുടെ കൈ തുടയ്ക്കുന്ന പേപ്പറുകളെല്ലാം ഇതാണ്. ഇവിടെ എല്ലാം എം ടി ആണ് സാധനം. കംപ്ലീറ്റ് എം ടി ആണ് സാധനം. ഇതാണല്ലേ, കാണാമല്ലോ. പിന്നെ ഇവിടെ ക്ലീനിങ് സപ്ലൈസ്, അതായത് സാനിറ്റൈസറും അങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ എന്താ പറയുന്നത്, ബ്ലീച്ച്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ എല്ലാം. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടുതൽ എം ടി ആണ് ഇവിടെ സാധനം, ആണല്ലേ. ശരി, അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഏകദേശം ഇതെല്ലാം ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ആൾക്കാർ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നു. ഓക്കെ, എന്നാൽ താങ്ക് യു. ആൾക്കാർ ചോദിച്ചു ഇവിടുന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ സാറ്റർഡേ ആണ്. അത് ഇനി ട്യൂസ്ഡേയിലേ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത് സാധനം. ട്യൂസ്ഡേ പേപ്പർ ടൗൾസ്, ക്ലീനിങ് സപ്ലൈസ് എല്ലാം ആണ് കൂടുതലും ഇവിടെ എം ടി ആയിട്ട് കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്ക് അങ്ങോട്ട് വെക്കാൻ പോവാണ് ഇനി, അപ്പുറത്തെ കടലായിട്ട് ഇനി പോകുമ്പോൾ. അപ്പോൾ എല്ലാവരും മാസ്കൊക്കെ വെക്കുക, കൈയൊക്കെ നല്ലപോലെ എപ്പോഴും വാഷ് ചെയ്യുക. ആൾക്കാരുടെ അധികം ഇപ്പോൾ എന്താ പറയുക, ആൾ കൂടുന്നിടത്ത് അങ്ങനെ ഇപ്പം കാര്യമായിട്ട് ഇപ്പോൾ പോയിരിക്കുകയാണ് നല്ലത്. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും സേഫ്റ്റി ആയിട്ടിരിക്കുക. എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശുപത്രി പോവുക, ചെക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലതായിട്ട് എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ. പോകുന്ന ഇവിടെ ഒരു ഫാർമസിയിലേക്കാണ് പോകുന്നത്. ഇത് ഫാർമസിയാണ്, CVS ഫാർമസി എന്ന് പറയുന്നത്. അവിടെ കൂടെ പോയി നോക്കാം ഉണ്ടെന്ന്. ഫാർമസി എന്ന് പറയുന്നൊരു കടയാണ്. അത്ര കയറി നോക്കാം. CVS ഫാർമസി. അവിടെ ഞങ്ങളുടെ സാധനമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് എം ടി ആണോ അല്ലയോ ഒന്ന് നോക്കാം. ഹായ്, ഇവിടെ ഉണ്ട് സാനിറ്റൈസർ, ക്ലീനിങ് സ്റ്റഫെല്ലാം. അത് ഫാർമസിയാണ്. വാട്ടറെല്ലാം ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ വാട്ടറെല്ലാം ഉണ്ട്, ഇരിപ്പുണ്ട്, കണ്ടില്ലേ. ഇവിടെ അങ്ങനെ വലിയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫാർമസി ആയതുകൊണ്ടാണ് ഉള്ളൂ സാധനം. എന്നാൽ വെള്ളം, വാട്ടറെല്ലാം എം ടി ആണ്. പാലുണ്ടോ ഇവിടെ? ഇവിടെ പാലാണല്ലോ ആൾക്കാർ ഇല്ലാത്തത്. നോ, ദാറ്റ്സ് നോട്ട് റെഗുലർ പാൽ. റെഡീസ് പാലാണ് കൂടുതൽ ഇവിടെ എം ടി ആയിട്ട് ഇല്ലാത്തതെന്ന് തോന്നുന്നു എല്ലാവർക്കും. ദാറ്റ്സ് റെഡ്യൂസ്ഡ് ഫാറ്റ്. ലോ ഫാറ്റ് മിൽക്ക്. അത്
ഹോൾ മിൽക്ക് പിന്നെ ചെറുതേ ഉള്ളൂ. ഇത് പറഞ്ഞ എടുത്തു. 3.19. ഇവിടെ സപ്ലൈ വരുന്നില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം സ്കൂളിൽ 3.19. ഓക്കെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം പാല് കിട്ടുന്നില്ല. പോയേക്കാം.